മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സിറിയൻ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്നു എന്നുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ മുതലാണ് സിറിയൻ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. സിറിയ ലെബനോൻ അതിർത്തി വഴി സിറിയയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഹിസ്ബുള്ള ഭീകരന്മാരെ സിറിയൻ സൈന്യം വകവരുത്തിയതായുള്ള വാർത്തകൾ വരുന്നു. അൽ ഖുസൈറ വഴി സിറിയയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയായിരുന്നു ഹിസ്ബുള്ള ഭീകരന്മാർ. ഇത് ശക്തമായ ആക്രമണത്തിലൂടെ പ്രതിരോധിക്കുകയായിരുന്നു ഈ സിറിയൻ സൈന്യം. അതുമാത്രവുമല്ല, അതിർത്തികളിലുടനീളം മോർട്ടാർ ഷെല്ലുകൾ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു സിറിയൻ സൈന്യം. അതുമാത്രവുമല്ല, കൂടാതെ ഹാവിക് പ്രദേശം പിടിച്ചെടുത്ത് ലെബനനുള്ളിലേക്ക് സിറിയൻ സൈന്യം കടന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ നൽകുന്നത്. ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിന് പകരം സിറിയയിലെ പുതിയ ഭരണകൂടത്തെ ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ വിമതസേന ആ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചിരുന്നു. അപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ ചില രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതായത് മൊസാദാണ് സിറിയയിലെ ഭരണ അട്ടിമറിക്ക് പിന്നിൽ. മൊസാദിൻ്റെ ചാരന്മാരാണ് പുതിയ ഭരണകൂടത്തിലെ പ്രധാനികൾ. ഗൊലാനി അടക്കമുള്ള സിറിയയിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ പ്രധാനികൾ പരസ്യമായി ഇസ്രായേലിനെ തള്ളിപ്പറയുന്നുവെങ്കിലും ഇസ്രായേലിൻ്റെ അടുപ്പക്കാരാണ്. ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയും സാമ്പത്തിക സഹായത്തോടു കൂടി, സൈനിക സഹായത്തോടു കൂടിയാണ് അവർ സിറിയയിലെ പട്ടാള അട്ടിമറിയിൽ വിജയിച്ചത്. ഇപ്പോൾ ഇതാ കാര്യങ്ങൾ ഏറെക്കുറെ അതിന് സമാനമായിട്ടാണ് വരുന്നത്. സിറിയ അവരുടെ അതിർത്തി അടയ്ക്കുന്നു. കാലങ്ങളായി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിയിരുന്ന ആയുധക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട ഹബ്ബായിരുന്ന സിറിയൻ ലെബനൻ അതിർത്തി സിറിയയിലെ പുതിയ സൈന്യം അടയ്ക്കുകയാണ്. ഇനി ലെബനനുമായി ഒരു തരത്തിലുള്ള വ്യാപാര ഏർപ്പാടും വേണ്ട, ഹിസ്ബുള്ളയുമായി ഒരു തരത്തിലുള്ള ആയുധ ഇടപാടും വേണ്ട എന്ന് സിറിയൻ ഔദ്യോഗിക ഭരണകൂടം തീരുമാനിച്ചു. ഇത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ആയുധങ്ങൾ വരാൻ മറ്റൊരു മാർഗം ഹിസ്ബുള്ളയ്ക്കില്ല. ആയുധങ്ങൾ മാത്രമല്ല, മയക്കുമരുന്നും കള്ളക്കടത്തും അടക്കമുള്ളവ നടന്നിരുന്നത് സിറിയൻ ലെബനൻ അതിർത്തി വഴിയായിരുന്നു. ഇത് ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ ബാധിച്ചു. ഇതിന് പിന്നാലെയാണ് ലെബനനിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഹിസ്ബുള്ള ഭീകരന്മാരുടെ ശ്രമം. ഇതും സിറിയൻ സൈന്യം പ്രതിരോധിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുമാത്രവുമല്ല, സിറിയൻ സൈന്യം ഹിസ്ബുള്ളയുമായി സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അതിരൂക്ഷമായ ആക്രമണം സിറിയയ്ക്കും ലെബനനും ഇടയിൽ നടക്കുന്നു. ലെബനന്റെ വലിയൊരു ഭൂപ്രദേശം സിറിയ പിടിച്ചടക്കിയിരിക്കുന്നു. ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്നു സിറിയൻ സൈന്യം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. സിറിയയിലെ ഗൊലാനി ഭരണകൂടത്തിൻ്റെ സൈന്യം ഹിസ്ബുള്ളയെ നാമാവിശേഷമാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഹിസ്ബുള്ളയ്ക്ക് ശക്തിയില്ല, ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ 90%ത്തിനെയും തകർത്തരിപ്പണമാക്കി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് യന്ത്രത്തോക്കുകളും കൈത്തോക്കുകളും മാത്രമായിരിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് സിറിയയിലെ വലിയ സൈന്യത്തിനെ അവർ നേരിടുന്നത്, വിമത സൈന്യത്തിനെ നേരിടുന്നത്. സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയ വിമത സൈന്യമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇത് ഇസ്രായേലിൻ്റെ തന്ത്രമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അസദ് ഭരണകൂടം നിലംപതിക്കുന്നു, പുതിയ വിമതസേന അവിടെ അധികാരം പിടിക്കുന്നു. ആ സമയം കൊണ്ട് സിറിയയിലെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേൽ കൈയടക്കി. പ്രത്യേകിച്ച് ഗൊലാൻ കുന്നുകൾ, ഹർബൺ പർവ്വതം, അതുപോലെ തന്നെ ഡമാസ്കസിന് സമീപമുള്ള വലിയ ഭൂപ്രദേശങ്ങൾ, അന്താരാഷ്ട്ര അതിർത്തികളൊക്കെ തന്നെ, ബഫർ സോണുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഈ സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേൽ കൈയടക്കി. ഏറ്റവും തന്ത്രപ്രധാനമായ ഗൊലാൻ കുന്നിൽ സ്വന്തം സൈനിക ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു. ഹർബൺ പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലിൻ്റെ കൊടി നാട്ടി. ഇതൊക്കെ സിറിയ എന്ന രാജ്യത്തിൻ്റെ ഭൂസ്വത്താണ് എന്ന് ഓർക്കണം. അപ്പോൾ അതിനൊന്നും തന്നെ സിറിയയിലെ ഗൊലാനി ഭരണകൂടം പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. വാക്കുകൾ കൊണ്ടും പ്രസ്താവന കൊണ്ടുമൊക്കെ ഇസ്രായേൽ രാജ്യം വിട്ടു പോകണമെന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള സൈനിക പ്രതിരോധവും ഇസ്രായേലിനെതിരെ അവിടെ സിറിയൻ സൈന്യം നടത്തിയില്ല എന്നുള്ളത് സംശയം ഇരട്ടിപ്പിക്കുന്നു. ഇപ്പോൾ ഇതാ ഇസ്രായേലിനെ സ്വന്തം രാജ്യത്ത് നിന്ന് തുരത്താനല്ല, മറിച്ച് അതിർത്തി കടന്ന് ഹിസ്ബുള്ളയുടെ ലെബനൻ്റെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് സിറിയയിലെ വിമത സൈന്യം തീരുമാനിക്കുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ആരുടെ നിർദ്ദേശത്തിനും ആരുടെ താല്പര്യത്തിനും അനുസരിച്ചാണ് സിറിയയിലെ വിമതസേന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ ബി ടീമാണ് സിറിയയിലെ ഇപ്പോഴത്തെ ഭരണകൂടം.
ഇസ്രായേലിൻ്റെ സാമ്പത്തിക സഹായത്തോടെയും സൈനിക സഹായത്തോടെയും പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ ഒരു കുഞ്ഞു പതിപ്പാണ് സിറിയയിലെ ഇപ്പോഴത്തെ ഗുലാനി ഭരണകൂടം. അതുകൊണ്ട് തന്നെ ലെബനൻ്റെ ഭൂപ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കും. ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർത്തരിപ്പണമാക്കും. ഇസ്രായേലിന് ഇറാനുമായി യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ഹിസ്ബുള്ളയിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. ഹമാസിനെ ഏറെക്കുറെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനെ ആക്രമിക്കാൻ ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും പടുകൂറ്റൻ ബോംബുകളും ഒക്കെ അമേരിക്ക നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള ആ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധയൂന്നുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ ഈ ഹിസ്ബുള്ളയുമായി മത്സരിക്കാനോ ഹിസ്ബുള്ളയെ ആക്രമിക്കാനോ സമയമില്ല. ആ ജോലി തങ്ങളുടെ അനുയായികളായിട്ടുള്ള സിറിയയുടെ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം.